ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XYZ ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഓഗസ്റ്റ് 28 ആണ്. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 12 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇന്ന് ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡിലാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4618 ആണ്. അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4571-72 റേഞ്ച് വരെയാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഇപ്പൊ നിലവിൽ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡ് വേസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4565 മുതൽ 4575 വരെയുള്ള ലെവലുകൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസിലി അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കറന്റ് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം സ്കാൽപ്പിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ സൈഡ് വേസ് മാർക്കറ്റ് വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെയുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4585 മുതൽ 4598 വരെയുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ 4602 എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 4605നെ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുക. അതായത് 4612, 4618, 4620 ലെവലുകളിലേക്ക് പോവുക. 4618-20 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ ഏരിയ ആണ്, സെൽ സോൺ ആണ്. അവിടെ നിന്നൊക്കെ റിജക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. 4622നെ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും 4628, അതുപോലെ തന്നെ 4632-34 ലെവലുകളിലേക്ക് പോകും. അതുപോലെ തന്നെ 4642 ഏരിയ ഒക്കെ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരു 2-3 ഡേയ്സ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. 4648, അതുപോലെ തന്നെ 4653 ലെവലുകളെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വലിയ രീതിയിലുള്ള മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സെൽ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ 4560നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് 4550, 4548, 44 ലെവലുകളിലേക്കൊക്കെ ഡൗൺ ആകും. ആ ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ ബൈ ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോഴത്തെ ഒരു കറന്റ്ലി ഉള്ള ഒരു മൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ന്യൂ ഇയർ സെഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വലിയ രീതിയിൽ ന്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ തന്നെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് സമയത്താണോ ട്രേഡ് എടുക്കുന്നത് ആ ഒരു സമയത്ത് കറക്റ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം വളരെ കെയർഫുള്ളി മാത്രം ട്രേഡ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.